ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാർത്തകൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പറയുന്ന ക്രിസ്ത്യൻ വോട്ട് പിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് കുറച്ചുപേരെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് ഇവിടെ കേരളത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അതിനുശേഷമാണല്ലോ ഛത്തീസ്ഗഡ് സംഭവിക്കുന്നത്. അതിനുശേഷം നടക്കുന്ന പല കാര്യങ്ങളും ഇവിടെ സഭാ നേതൃത്വം പല ഘട്ടങ്ങളിലും ബി.ജെ.പിയോട് ചർച്ചയാകാം, അല്ലെങ്കിൽ ഒരു അനുരഞ്ജനത്തിൽ പോകാമെന്ന നിലപാടിൽ നിന്നും ഇപ്പോൾ സഭാ കേന്ദ്രങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാരിനെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ ബി.ജെ.പി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പ്രതികരണം പല ഘട്ടങ്ങളായി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ബി.ജെ.പി നേതാക്കൾ അവരെ കാണാൻ പോകുന്നു, ആ നടപടികൾ ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ ക്രിസ്ത്യൻ പ്രതിനിധി എന്ന നിലയ്ക്ക് പാർട്ടിയിലേക്ക് എടുത്തിരിക്കുന്ന പി സി ജോർജ് ഈ പാർട്ടിയുടെ ഐശ്വര്യമാണ് കേട്ടോ. പി സി ജോർജ് ഇന്ന് നടത്തിയിരിക്കുന്ന പ്രതികരണം മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രപിതാവിനെ അപമാനിച്ചുകൊണ്ട് പൊതുവെ സ്ത്രീവിരുദ്ധ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ന്യൂനപക്ഷ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, അസഭ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ്. ഏതൊക്കെയിടത്ത് ശ്രമങ്ങൾ നടത്തിയിട്ടാണ് അവസാനം ബി ജെ പി എന്ന ലാവണത്തിലേക്ക് എത്തിച്ചതെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ പി സി ജോർജിനെ നിർത്താൻ പോകുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്തകൾക്കിടയിലാണ് പി സി ജോർജിന്റെ ഈ പ്രതികരണം വരുന്നത്. അത് ബി.ജെ.പി നേതാക്കൾ എങ്ങനെ വിശദീകരിക്കും എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതുകൂടി തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാകും എന്നുള്ളതാണ്. ഇനി കേരള സ്റ്റോറി 2മായി ബന്ധപ്പെട്ട് എന്താണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത് എന്നും കേരളം കേട്ടിട്ടുള്ളതാണ്. അത് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളും കേട്ടിട്ടുണ്ട്, ഹിന്ദു വിഭാഗങ്ങളും കേട്ടിട്ടുണ്ട്, മുസ്ലിം വിഭാഗങ്ങളും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കേരളം എന്ന ഒരു എന്താ പറയുക, മതമൈത്രി, ചിലയിടത്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും മതമൈത്രി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരമൊരു സിനിമയുടെ ടീസർ വന്ന ഘട്ടത്തിൽ എന്താണ് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് എന്നുള്ളതാണ്. ഇവിടെ ഹമാസാണ് ഇവിടെ കേരളത്തിലെത്തി ഭീകരപ്രവർത്തനം നടത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഉത്തരവാദിത്തത്തോടു കൂടി പ്രതികരിച്ച ഒരു ബി.ജെ.പി നേതാവിനെ നമ്മൾ കാണുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ്. തലസ്ഥാനത്ത് ചില സ്ഥലങ്ങൾ ഉറപ്പായിട്ടുമുണ്ട്. അവിടെയും ശക്തമായ സ്ഥാനാർത്ഥികളെ അപ്പുറത്ത് നിർത്തുകയാണെങ്കിൽ അത് ബി.ജെ.പിക്ക് ക്ഷീണം ചെയ്യും എന്നുള്ളതാണ്.